നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. യമനിൽ ഹൂത്തി കേന്ദ്രങ്ങൾക്ക് നേരെ US-ന്റെ നേതൃത്വത്തിലുള്ള സഖ്യസേന ഇന്ന് വലിയ ആക്രമണം നടത്തി. US സഖ്യസേന എന്ന് പറയുമ്പോൾ നേരത്തെ ഹൂത്തികളെ നേരിടാൻ ഒരു സഖ്യസേനയെ പ്രഖ്യാപിച്ചിരുന്നു. അതിൽ പലരും പിൻവാങ്ങിയെങ്കിൽ കൂടിയും അതിൽ UK-യും നെതർലൻഡ്സും ബഹ്റൈനും ഒക്കെ ഉൾപ്പെട്ട ഒരു സഖ്യസേനയാണ് ഇപ്പോൾ സനായിൽ ഉൾപ്പെടെ 10ഓളം ഹൂത്തികളുടെ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. കനത്ത നാശനഷ്ടങ്ങൾ ഹൂത്തികൾക്കുണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. അതിപ്പോൾ യമനിൽ ഹൂത്തി കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമ്പോൾ അതൊരു സായുധ സേനയ്ക്ക് നേരെയുള്ള ആക്രമണം മാത്രമല്ല, യമൻ്റെ ഭൂരിഭാഗവും ഭരിക്കുന്ന വിഭാഗം കൂടിയാണ് ഹൂത്തികൾ. അപ്പോൾ യമനെ തന്നെ ആക്രമിക്കുന്ന രീതിയിലാണ് അതിനെ എടുക്കുന്നത് ഹൂത്തികൾ. അതിനൊക്കെ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഹൂത്തികളും പറയുന്നു. അപ്പോൾ യുദ്ധം മേഖലയിലാകെ വ്യാപിക്കാൻ ഈ പുതിയ ആക്രമണം ഒരു കാരണമാകുമോ എന്നുള്ള ഭീതിജനകമായ ആശങ്കജനകമായ വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. അപ്പോൾ നമ്മൾ ആദ്യം അത് സംസാരിക്കുകയാണ്. സാഹിബ്, ഇപ്പോൾ യമനിൽ സനായിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിലുള്ള ആക്രമണമാണ് ഹൂത്തികൾക്ക് ഇനി തിരിച്ചടിക്കുകയാണെങ്കിൽ തന്നെയും ആർക്കെതിരെ തിരിച്ചടിക്കും, എങ്ങനെ തിരിച്ചടിക്കുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇതിന് കുറെ കൂടി വലിയൊരു ഡയമെൻഷൻ ഉണ്ടാകുമെന്നുള്ളൊരു തോന്നലുണ്ടോ? അല്ല, ഈ ഹൂത്തികൾ ഈ പറയുന്ന പ്രശ്നത്തിൽ ഇടപെട്ടതോടുകൂടി തന്നെ ഇത് വലിയ ഡയമെൻഷൻ ഉണ്ടായിക്കഴിഞ്ഞതാണ്. അതിൽ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഗസയിൽ ഇഷ്ടം പോലെ ഞങ്ങൾക്ക് തോന്നും പോലെ ആളുകളെ ഞങ്ങൾ കൊന്നുകൊണ്ടിരിക്കും, ആരും ചോദിക്കാനും പറയാനും ഇല്ല, ആരും ചോദിക്കേണ്ട പറയണ്ട എന്നുള്ളൊരവസ്ഥയിൽ ഇസ്രായേൽ അമേരിക്കൻ പിന്തുണയിൽ ഇസ്രായേൽ അവരുടെ ഈ കില്ലിംഗ് എൻ്റർപ്രൈസ് മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. അപ്പോൾ അതിനിടയിലാണ് ഹൂത്തികൾ രംഗത്ത് വരുന്നത്. അവർ എന്താ ചെയ്തത്? അവരിപ്പോൾ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഷിപ്പിംഗ് റൂട്ട്, അതിലൊരു ചെക്ക് പോസ്റ്റ് വെക്കുകയാണ്. ഇതിലെ അങ്ങ് പോകാൻ പറ്റില്ല, ഇസ്രായേലിലേക്കുള്ള ഒരു കപ്പലും ഇസ്രായേൽ ഡസ്റ്റൈൻഡ് ആയിട്ടുള്ള ഒരു കപ്പലും വിടില്ല, ഇസ്രായേൽ ഓണർഷിപ്പുള്ള ഒരു കപ്പലും വിടില്ല എന്നവർ പ്രഖ്യാപിക്കുന്നു. ഒരു കപ്പൽ അവർ പിടിച്ചുകൊണ്ട് പോകുന്നു. ആ കപ്പൽ ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറിക്കഴിഞ്ഞു അവിടെ. അതുമാത്രം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഷിപ്പിംഗ് കമ്പനികളെല്ലാം ആ റൂട്ടിലൂടെയുള്ള സർവീസ് ക്യാൻസൽ ചെയ്തു. എന്ന് പറഞ്ഞാൽ ലോക സമ്പദ്ഘടനയെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടലാണ് ഹൂത്തികൾ നടത്തിയത്. ആരാണ് ഈ ഹൂത്തികൾ? അതൊരു പിച്ചാത്തി സൈന്യമാണ്. നമുക്കറിയാം, ഒരു രാജ്യം പോലുമല്ല, ഒരു ദരിദ്ര രാജ്യത്തെ ഒരു മിലീഷ്യയാണ്. അവർ 2015 മുതൽ സൗദി കൊലീഷൻ്റെ സൗദി സഖ്യസേനയായിട്ടുള്ള വലിയ ഏറ്റുമുട്ടലാണ്. അതിലൂടെ വ്യാപകമായ നാശനഷ്ടങ്ങളെ അതിജീവിച്ചു വന്ന ആളുകളാണ്. ഇപ്പോൾ ഇന്നലെ അൽ ജസീറയിൽ ഈ ആക്രമണം നടന്നതിന് ശേഷം ഒരു കമൻറ്റേറ്റർ പറയുന്നുണ്ടായിരുന്നു, ആങ്കർ ചോദിക്കുകയാണ്, ഈ പറയുന്ന UK US ആക്രമണം അവരുടെ ആ സ്ട്രൈക്ക് എങ്ങനെ കാണുന്നു, വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ ആ കമൻറ്റേറ്റർ പറയുന്നത്, സ്ട്രൈക്ക് ചെയ്യാൻ അവിടെ എന്താണ് ബാക്കിയുള്ളത്? അതൊക്കെ കഴിഞ്ഞ 8 വർഷത്തെ യുദ്ധത്തിലെല്ലാം നശിപ്പിച്ചു കഴിഞ്ഞതാണ്. ആ നാശങ്ങൾക്ക് മേലെ ഉയർന്നു വന്നിട്ടുള്ള ഒരു സംഘമാണ് ഹൂത്തികളെന്ന് പറയുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ സ്ട്രൈക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും നഷ്ടം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതേസമയം ഈ പറയുന്ന ബാബുൽ മന്ദിബ്, റെഡ് സീയിലെ ബാബുൽ മന്ദിബിൽ അവർ വെച്ചിരിക്കുന്ന ഈ ചെക്ക് പോസ്റ്റ് അല്ലെങ്കിൽ അവർ നടത്തുന്ന ഓപ്പറേഷനെ അതും ബാധിക്കാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ ഉള്ളത് അമേരിക്ക എന്ത് നേടുന്നു ഇതിലൂടെ എന്നുള്ളതാണ്. നേരത്തെ സൈഫ് പറഞ്ഞൊരു അമേരിക്ക വലിയ ഒരു സഖ്യസേന പ്രഖ്യാപിക്കുന്നു ഇതിനെതിരെ, പക്ഷേ അത് എല്ലാവരും ഒഴിഞ്ഞു പോവുകയാണ് ചെയ്തത്. അവസാനം ഈ ആക്രമണത്തിൽ അമേരിക്കയും ബ്രിട്ടനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് ഹൂത്തികൾക്ക് ഇത് സാധിക്കുന്നതെന്നുള്ളതാണ്. ഇത്രയും ഒരു ദരിദ്ര രാജ്യത്തെ ഒരു മിലീഷ്യക്ക് ലോക വൻശക്തികളോട് 2 ദിവസം മുമ്പ് അവർ അമേരിക്കൻ കപ്പലിനെ അവരെ ആക്രമിച്ചു. അത് ശ്രദ്ധിക്കണം, അമേരിക്കൻ പടക്കപ്പലിനെയാണ് അവർ ആക്രമിക്കുന്നത്. അവർക്ക് എന്തുകൊണ്ട് ഇത് സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ, അറബ് മേഖലയിൽ മഹാഭൂരിപക്ഷം ജനങ്ങളും ഇതിനെ പിന്തുണക്കുന്നു എന്നവർക്കറിയാം. കാരണം ഈ ഗസയിൽ നടക്കുന്ന ഈ നിഷ്ഠൂരമായിട്ടുള്ള അതിക്രമം, അതിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ അന്താരാഷ്ട്ര സമൂഹത്തിനോ അറബ് ഭരണാധികാരികൾക്കോ സാധിക്കുന്നില്ല. ആരെങ്കിലും ഒരാൾ വന്ന് എന്തെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അവർക്ക് സല്യൂട്ട് ചെയ്യുക. ഇതാണ് അറബ് പൊതുബോധം. സൈഫ് ഒരു കാര്യം ശ്രദ്ധിക്കൂ, ഈ ആക്രമണത്തിന് മുമ്പും ആക്രമണത്തിന് ശേഷവും സൗദി അറേബ്യ സ്വീകരിച്ച നിലപാടെന്താണ്? അവർ 8 വർഷം ഹൂത്തികളുമായി യുദ്ധം ചെയ്തവരാണ്. പോയി തമർക്ക് എന്നാണല്ലോ അവർ പറയുമെന്ന് പ്രതീക്ഷിക്കപ്പെടുക. പക്ഷെ അവരെന്താ പറയുന്നത് അറിയോ? കീപ് റെസ്ട്രെയിൻ, മാക്സിമം റെസ്ട്രെയിൻഡ്, അധികം കൈവിട്ട് പോകരുത്,
നിങ്ങൾ കൂടുതൽ എസ്കലേഷനിലേക്ക് പോകരുത് എന്നുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് അവർ നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്നത്. അത്ഭുതകരമായുള്ളൊരു ഡെവലപ്മെൻറ്റ് ഇന്ന് സംഭവിച്ചത്, ഒമാൻ ഈ ആക്രമണത്തെ അപലപിച്ചു. ഒമാൻ എന്ന് പറഞ്ഞാൽ നോക്കൂ, സാധാരണത്തിൽ ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ അധികം എടുക്കാത്തൊരു രാജ്യമാണ്. അവരുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നൊരു സമാധാനപൂർണ്ണമായുള്ള രാജ്യമാണ്. അമേരിക്ക നടത്തിയുള്ളൊരു ഓപ്പറേഷനെതിരെ ഒമാൻ പരസ്യമായി പ്രതികരിച്ചിരിക്കുകയാണ്, അപലപിച്ചിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അത് വളരെ വ്യക്തമായ സന്ദേശമാണ് അമേരിക്ക കൊടുക്കുന്നത്. ഈ കളി അധികം നടത്താൻ പറ്റില്ല. എന്തുകൊണ്ടാണ് അറബ് രാജ്യങ്ങൾ ഇങ്ങനൊരു പൊസിഷൻ എടുക്കുന്നത് വെച്ചാൽ, സൗദി അറേബ്യ വിശേഷിച്ചും ഇപ്പോൾ 2018 മറ്റോ അബ്ഖൈക്ക് പ്ലാന്റിന് നേരെ, അബ്ഖൈക്കിലെ അറാംകോ പ്ലാന്റിന് നേരെ ഹൂത്തികളുടെ ആക്രമണം നടത്തുന്നുണ്ട്. അത് സൗദി അറേബ്യയെ വല്ലാതെ ഒലച്ചൊരു സംഭവമാണ്. അപ്പം ഹൂത്തികളൊരു കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്, അമേരിക്ക ഞങ്ങൾ ആക്രമിച്ചാൽ അമേരിക്കൻ ലക്ഷ്യങ്ങൾ മാത്രമല്ല അമേരിക്കയെ പിന്തുണക്കുന്നവരെ ഞങ്ങൾ ആക്രമിക്കും എന്നവർ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു വേറൊരു ഡൈനാമിക്സ് കൂടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ ഡ്രോണുകളുടെ കണ്ടുപിടുത്തം ഡിഫൻസ് ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കിയൊരു മാറ്റം ശ്രദ്ധിക്കണം. ഈ മൊബൈൽ ഫോൺ വന്നതോടുകൂടി ഈ ബ്രോഡ്കാസ്റ്റ് ഇൻഡസ്ട്രി, മീഡിയ ഇൻഡസ്ട്രി, ഇതിലൊക്കെ ഉണ്ടായൊരു മാറ്റം എന്താണ്? അതേമാതിരിയുള്ളൊരു സംഭവമാണ് ഡ്രോണുകളുടെ കണ്ടുപിടുത്തം ഡിഫൻസ് ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഈ ഡ്രോണുകൾ ആർക്കും എളുപ്പത്തിൽ ഏത് സ്റ്റാർട്ടപ്പുകൾക്കും വികസിപ്പിക്കാവുന്ന, ആമസോണിന് മേടിക്കാവുന്നൊക്കെയുള്ള സാധനമാണ്. അതിൽ നിങ്ങൾ ചെറിയ ചെറിയ ഷെല്ലുകൾ ഘടിപ്പിച്ച് ഈ പറയുന്ന റിമോട്ട് കൺട്രോൾ മെക്കാനിസമൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു കൊച്ചു മിലീഷ്യക്ക് പോലും ഒരു എയർഫോഴ്സ് ബിൽഡ് ചെയ്യാവുന്ന തരത്തിൽ അവരുടേതായ ലക്ഷ്യങ്ങൾ, ടാർഗറ്റുകൾ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന സ്വഭാവത്തിൽ അത് മാറിക്കഴിഞ്ഞു. ഇപ്പം ഡിസംബർ 30 അമേരിക്ക ഇവരുടെ ബോട്ടുകൾ ആക്രമിക്കുന്നുണ്ട്, ഹൂത്തികളുടെ ബോട്ടുകൾ ആക്രമിക്കുന്നുണ്ട്. 10 ഹൂത്തി സൈനികർ കൊല്ലപ്പെടുന്നുണ്ട്. അതിനുശേഷം ഹൂത്തികൾ എന്താ ചെയ്തതെന്നറിയോ? ഈ പറയുന്ന അൺമാൻഡ് UAVs ഉണ്ട്, അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് പോലെ അൺമാൻഡ് സീ വെഹിക്കിൾസ് ഇപ്പോൾ ഉണ്ട്. എന്താ പറയുക, കടൽ ഡ്രോണുകൾ എന്ന് പറയാവുന്ന ആ നിനക്കുള്ള ആളില്ല ഡ്രോൺ കപ്പലുകൾ ഉപയോഗിച്ചിട്ടാണ് അവർ പിന്നീട് ഓപ്പറേഷൻസ് നടത്തുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആർക്കും എപ്പോഴും ആക്സസിബിൾ ആയിട്ടുള്ള സംഗതിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു വലിയ മിലിറ്ററി പവറിനെ ബുദ്ധിമുട്ടിക്കാൻ, അവർക്ക് അസ്വാരസ്യം ഉണ്ടാക്കാൻ ചെറിയ ചെറിയ മിലീഷ്യകൾക്ക് പോലും സാധിക്കുന്ന തരത്തിൽ ഡിഫൻസ് ഇൻഡസ്ട്രിയുടെ ഡൈനാമിക്സ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഹൂത്തികളുടെ കയ്യിൽ ഈ അവരുടെ ഡിഫൻസ് ഹാർഡ്വെയർ അതും കൂടെ മനസ്സിലാക്കണം എന്ന് പറയുന്ന, അതിനെക്കുറിച്ച് പറഞ്ഞാൽ അത് ഈസിലി മൊബൈലായിട്ടുള്ള, എളുപ്പം കക്ഷത്ത് വെച്ചും ബാക്ക് പാക്കിലിട്ടുമൊക്കെ എങ്ങോട്ടും കൊണ്ടുപോകാവുന്നതാണ് അവരുടെ മിലിറ്ററി ഹാർഡ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്ക ആകാശത്തൂടെ വന്നിട്ട് മിസൈൽ ഇട്ടതുകൊണ്ട് അത് തകർക്കാൻ പറ്റില്ല. അതവർ ബാഗിൽ തൂക്കിയും കൈ പിടിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരിക്കുന്ന ഡിവൈസസ് ആണ്. അത് ഉപയോഗിച്ചാണ് അവർ ഈ ഓപ്പറേഷൻ നടത്തുന്നത്. അതുകൊണ്ട് അമേരിക്കയുടെ ആക്രമണം മിലിറ്ററിലി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ലോകത്തിലെ നമ്പർ 1 സൂപ്പർ പവർ അമേരിക്ക, നമ്പർ 2 സൂപ്പർ പവർ എന്ന് പറയുന്ന ബ്രിട്ടൻ, ഇവർ രണ്ടുപേരും ഞങ്ങളെ ആക്രമിക്കുകയാണ്. അത് ഹൂത്തികളുടെ പ്രൊഫൈൽ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. ഈ അറബ് ലോകത്തിൽ അവരുടെ സ്റ്റാൻഡിങ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. പക്ഷേ ഇതിലൊരു സങ്കടകരമായ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് അറബ് മേഖലയാണ് അസ്വസ്ഥപ്പെടുത്തുന്നത്. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? അറബ് രാഷ്ട്രങ്ങൾ ഇതിനോട് എങ്ങനെയായിരുന്നു പ്രതികരിക്കേണ്ടിയിരുന്നത്? നിങ്ങൾ ഞങ്ങളുടെ മുറ്റത്ത് വന്ന് കുഴപ്പമുണ്ടാക്കില്ല, നിങ്ങൾ ഞങ്ങളുടെ മുറ്റത്ത് വന്ന് കുഴപ്പമുണ്ടാക്കി ഞങ്ങളെയാണത് ബാധിക്കുക, അതുകൊണ്ട് ഇത് ചെയ്യരുത് എന്ന് ശക്തമായി പറയാൻ അറബ് രാഷ്ട്രങ്ങൾക്ക് സാധിക്കേണ്ടതായിരുന്നു. പക്ഷേ അവർ ഒക്കെ, ഒമാൻ പറഞ്ഞിട്ടുണ്ട്, സൗദി അറേബ്യ വല്ലാതെ പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സ്ട്രോങ് പൊസിഷൻ അറബ് രാജ്യങ്ങൾ എടുത്തിട്ടില്ല ഇതുവരെ. ഞങ്ങളുടെ മുറ്റത്ത് ഈ കളി ഞങ്ങൾ സമ്മതിക്കില്ലെന്ന്. പക്ഷേ ഒരു ഡെവലപ്മെൻ്റ് എന്ന് വെച്ചാൽ, മുമ്പൊക്കെ അമേരിക്ക ഈ പറയുന്ന അറബ് ലോകത്ത് വന്ന് കുഴപ്പങ്ങളുണ്ടാക്കുമ്പം അതിൻ്റെ കൂടി കൊടുക്കുന്നവരായിരുന്നു അറബ് രാജ്യങ്ങൾ. അതിൽ നിന്ന് മാറിയിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റാണ്. ഞങ്ങൾ ഈ കളിയിൽ നിങ്ങളുടെ കൂടെ ഇല്ല എന്ന് അറബ് രാജ്യങ്ങൾ പറയുന്നു. അത് നോക്കണം, അധികാര ഘടനയിൽ തന്നെ, ഈ അറബ് ലോകത്തെ ശാക്തിക ഘടനയിൽ തന്നെ വന്നിട്ടുള്ളൊരു മാറ്റമാണ്. അപ്പോൾ അമേരിക്ക മഹാ അബദ്ധമാണ് ചെയ്തിരിക്കുന്നത്. ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്റ്റാൻഡിങ്, അവരുടെ പ്രൊഫൈൽ വർദ്ധിപ്പിക്കുവാൻ അത് കാരണമാവുകയേ ചെയ്യുള്ളൂ. എന്തുകൊണ്ടാണ് ഹൂത്തികൾക്ക് ഇത്രയും വലിയ സപ്പോർട്ട് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ആ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന മെഷീനൊന്ന് ഓഫാക്കൂ എന്നാണ് അവർ ഇസ്രായേലിനോട് പറയുന്നത്. അത് പറയേണ്ട ആളുകൾ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ ആ മെഷീൻ ഓഫാക്കുന്നില്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽപ്പെട്ട കാര്യങ്ങൾ ചെയ്യും എന്ന് അവർ പറയുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ അല്ലെങ്കിൽ ഏഷ്യൻ ആഫ്രിക്കൻ നാടുകളിൽ നടത്തിയിട്ടുള്ള സൈനിക ഇടപെടലുകൾ അതിൽ ആ വിഡ്ഢിത്തങ്ങളുടെ തുടർച്ച അത് തന്നെ ആവർത്തിക്കുകയാണ് റെഡ് സീലും ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്.
അജിംസ, ഈ ചെങ്കടലിലെ ഹൂത്തി ഇടപെടലാണ് അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും പ്രശ്നം. അപ്പം അതിനിപ്പോൾ ഈ യമനിലെത്തി ഇവരുടെ താവളങ്ങൾ ആക്രമിച്ചതുകൊണ്ട് ഹൂത്തികളുടെ ആക്രമണം ഇടപെടലുകൾ ചെങ്കടലിൽ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയും എന്നൊരു ബോധ്യം എത്ര കണ്ട് വൃഥാവിലായ ബോധ്യമാണ്. എവിടെയാണ് സേഫ് താവളം? ഈ 8 വർഷമായി അവിടെ അവർ യുദ്ധത്തിലാണ്. അവിടെ ആഭ്യന്തര യുദ്ധമുണ്ട്. അതുപോലെ ഈ പറയുന്ന മുമ്പ് പറഞ്ഞ സഖ്യസേന അവരെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സഖ്യസേന അവരെ അറ്റാക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ യമൻ്റെ അവസ്ഥ അറിയാലോ. യമൻ വർഷങ്ങളായിട്ട് ഏകാധിപത്യ രാജ്യമായിരുന്നു. അതിനുശേഷം അവിടെ ഒരു ഈ 2011 ഈ മുല്ലപ്പൂ വിപ്ലവത്തിൻ്റെ കാലത്ത് അവിടെയും എന്തുണ്ടായി, ജനാധിപത്യ പ്രക്ഷോഭം ഉണ്ടായി. ആ ജനാധിപത്യ പ്രക്ഷോഭം പിന്നെ വളരെ പെട്ടെന്ന് അതൊരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് പോകുന്നു. അവിടെ ഒരു ഭരണകൂടം ഇല്ലാതായി മാറുന്നു. അപ്പോഴാണ് ഈ ഹൂത്തികൾ ആരാണെന്നുള്ള ചോദ്യം വരുന്നത് അവിടെയാണല്ലോ. ഹൂത്തികൾ എന്ന് പറഞ്ഞാൽ ഒരു ട്രൈബ്സാണ്. അതായത് അവിടുത്തെ ഒരു ആദിവാസികൾ, അതായത് മരുഭൂമിയിലുള്ള ആദിവാസികളായ മനുഷ്യരാണ്. ഒട്ടും ഈ പറയുന്ന മറ്റ് രാജ്യങ്ങളിൽ നോക്കുമ്പോൾ ഒട്ടും സിവിലൈസ്ഡ് അല്ലാത്ത ആദിവാസികളായ ദരിദ്രരായ മനുഷ്യരാണ് ഈ ഹൂത്തികൾ എന്ന് പറയുന്നത്. അപ്പോൾ അവർ ആ രാജ്യത്തെ കുഴപ്പം പിടിച്ചൊരവസ്ഥയിൽ അവരതിനെ ടേക്ക് ഓവർ ചെയ്യുന്നു സായുധ വിപ്ലവത്തിലൂടെ. അതാണ് സംഭവം. ഇപ്പം അങ്ങനെ 8 വർഷമായിട്ട് യുദ്ധം മൂലം തകർന്നടിഞ്ഞൊരു രാജ്യത്തെ ബഹുഭൂരിഭാഗവും ഭരിക്കുന്ന ഈ ഒരു ട്രൈബൽ ആർമി. ഈ ട്രൈബൽ ആർമി എന്തിനാണ് ഈ ഫലസ്തീനിൽ നടക്കുന്ന, ഇസ്രായേലിൽ നടന്ന ആക്രമണത്തെ ചെറുക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന ഒരു ചോദ്യമുണ്ട്. മറ്റാർക്കും ഈ സൂക്കേടില്ലല്ലോ. ഇപ്പോൾ സൗദി അറേബ്യ നോക്കി നിൽക്കുന്നു, ഇറാൻ നോക്കി നിൽക്കുന്നു, തുർക്കി നോക്കി നിൽക്കുന്നു. അത്ര വലിയ വൻ ശക്തികൾ ചുറ്റും നോക്കി നിൽക്കുകയാണ്. അപ്പോൾ എന്തിനാണ് ഈ വളരെ ദുർബലരായ ഈ ദൗസേവറിലെ പിച്ചാത്തി സൈന്യം എന്തിനാണ് ഇതിൽ ഇടപെടുന്നത് ചോദിച്ചാൽ, എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ നമുക്ക് പ്രളയം ഉണ്ടായല്ലോ 2012 പ്രളയം ഉണ്ടായപ്പോൾ ഈ ബോട്ടും ലോറി കയറ്റി ആരാണ് വന്നത്? ബോട്ടും ലോറി കയറ്റി വന്നത് മത്സ്യബന്ധന ജോലി ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികളാണ്. എന്തിനാണ് അവരെ ഇറങ്ങി പുറപ്പെട്ടത്? അവരെന്തിനായിരിക്കും ഇറങ്ങി പുറപ്പെട്ടത്? ബാക്കി എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ അവരെന്തിനായിരിക്കും ഇറങ്ങി പുറപ്പെട്ടത് ഈ ബോട്ടുമായിട്ട്? എന്നിട്ട് അവർക്ക് എന്താണ് കിട്ടിയത്? അത് കഴിഞ്ഞിട്ട് അവരോടുള്ള ഭരണകൂടത്തിൻ്റെ സമീപനം എന്തായിരുന്നു? അവരുടെ നിർണായകമായ പ്രശ്നങ്ങളിൽ ഭരണകൂടം എന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതായത് വൻ ശക്തികളൊക്കെ നോക്കി നിൽക്കുന്നു, മിണ്ടാതിരിക്കുന്നു, സൈലൻ്റ് ആയിട്ടിരിക്കുമ്പോൾ അവർക്കത് നോക്കി നിൽക്കാൻ കഴിയുന്നില്ല എന്നതിനർത്ഥം അവർ വളരെ ഇമോഷണലായിട്ട് ആ വിഷയത്തോട് പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. ആ പ്രതികരണം ഈ പറയുന്ന വളരെ ദുർബലരായ, ഒട്ടും തന്നെ ആംഡ് അല്ലാത്ത ഒരു സൈന്യം അത് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്നലെ അവർ ഈ UK-യും US-ഉം ചേർന്നിട്ട് ഒരു ആക്രമണം 75 എടുത്തങ്ങാണ്ട് ബോംബിട്ടെന്നാണ് പറയുന്നത്. 75 ബോംബിട്ട് 5 പേര് മരിച്ചു, 6 പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ടോക്കൺ അറ്റാക്കായിരിക്കാം. ഇനി നിങ്ങൾ ചെയ്യരുത് എന്നുള്ളൊരു ടോക്കൺ അറ്റാക്കായിരിക്കാം. പക്ഷേ അതിനോട് അന്താരാഷ്ട്ര സമൂഹം പ്രതികരിക്കുന്നതെന്ന് വെച്ചാൽ അത് വലിയൊരു അബദ്ധമാണ് അമേരിക്ക ചെയ്യുന്നതാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ അമേരിക്കയ്ക്ക് ആക്രമിക്കാൻ പറ്റിയ ഒരു എതിരാളികളല്ല ഹൂത്തികൾ. അവിടെ പോയിട്ട് കുറേ ആളുകളെ കൊന്നു. കാരണം ഹൂത്തികൾ അതിൽ നിന്ന് വേർതിരിച്ചറിഞ്ഞ് കൊല്ലുക എന്നുള്ള അമേരിക്കയ്ക്ക് എളുപ്പമല്ല, ഒട്ടും എളുപ്പമല്ല. ഇപ്പോൾ ഗസയിൽ ഇസ്രായേലിന് ഹമാസിനെ കണ്ടെത്താനാവാത്തതുപോലെ തന്നെ യമനിൽ പോയിട്ട് ഹൂത്തികൾ ആരാണെന്ന് നോക്കി കൊല്ലാൻ അവർക്ക് പറ്റില്ല. അപ്പോൾ അവരൊരു ടോക്കൺ അറ്റാക്ക് എവിടെയൊക്കെയോ പോയിട്ട് ആരാണ് മരിച്ചതെന്നോ എവിടെയാണ് അറ്റാക്ക് എടുത്തപ്പോഴും നമുക്കറിയില്ല. അപ്പോൾ അവരെവിടെയോ അറ്റാക്ക് ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അത് പല കാരണങ്ങളാൽ അമേരിക്ക അബദ്ധമാണ് ചെയ്തത്. അതിൻ്റെ ഒരു കാരണം മുൻപ് നമുക്കറിയാം. ഈ സഖ്യസേന യമനിൽ ആക്രമണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഹൂത്തികൾ എന്താണ് ചെയ്തത്? അരാംകോയ്ക്ക് നേരെയാണ് ആക്രമണം നടത്തിയത്. അരാംകോ എന്ന് പറഞ്ഞാൽ അറബ് അമേരിക്കൻ വെഞ്ചറാണ്. എന്തുകൊണ്ടാണ് അരാംകോയ്ക്ക് അറ്റാക്ക് ചെയ്യുന്നത്? അരാംകോയ്ക്ക് അറ്റാക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ സൗദിയോട് അടങ്ങാൻ പറയാൻ പറ്റുന്ന ഒരാൾ അമേരിക്കയേ ഉള്ളൂ. അപ്പോൾ അമേരിക്കൻ ലക്ഷ്യങ്ങളാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ അവിടെ കൊണ്ട് ബോംബിട്ടു, ഇതിന് റിട്ടാലിയേഷൻ ഉണ്ടാവുമെന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ റിട്ടാലിയേഷൻ എവിടെയായിരിക്കും? സൗദിയിലായിരിക്കും. സൗദി ഭയക്കുന്നുണ്ട്. അമേരിക്കയുടെ തൊട്ടടുത്തുള്ള ചില ലക്ഷ്യങ്ങൾ, ആ ലക്ഷ്യങ്ങൾ അറ്റാക്ക് ചെയ്യപ്പെട്ടേക്കാം. അപ്പോൾ ഒരാവശ്യവുമില്ലാതെ അമേരിക്ക ഇപ്പോൾ എന്തിനാണ് ചെയ്യുന്നത്? ഗ്ലോബൽ നാവിഗേഷനെ തടസ്സപ്പെടുത്തുന്നു ഇവർ. അതുകൊണ്ട് ഞങ്ങൾ ഗ്ലോബൽ എക്കണോമിക്ക് വേണ്ടി പുറപ്പെടുന്നതാണ്. യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ അസ്വസ്ഥപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ് അമേരിക്ക അത് വരുന്നത്. അപ്പോൾ ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നത് ഗ്ലോബൽ നാവിഗേഷനെ തടസ്സപ്പെടുന്ന, നമ്മളുടെ നാവിഗേഷൻ ഫ്രീഡം നിലനിർത്താൻ വേണ്ടിയാണെന്നാണ് ബൈഡൻ പറയുന്നത്. അങ്ങനെ നാവിഗേഷൻ ഫ്രീഡം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം തീർക്കാൻ ഏറ്റവും എളുപ്പം എന്താണ്? അമേരിക്ക ഗസയിൽ ആക്രമണം നിർത്താൻ ഇസ്രായേലിനോട് പറയാം. അമേരിക്ക പറഞ്ഞാൽ ഇസ്രായേൽ കേൾക്കും. അതിനുള്ള പ്രഷർ ചെലുത്താം. അത് ചെയ്യാതെ ഈ ഒരു വിഷയത്തിൽ പോയിട്ട് ബോംബിടുക എന്ന് പറഞ്ഞാൽ അത് വലിയ അബദ്ധമാണ്. പല കാരണങ്ങളാൽ അബദ്ധമാണ്. കാരണം അമേരിക്ക ഇതിനു മുമ്പ് കഴിഞ്ഞ 30 വർഷമായിട്ട് മറ്റ് രാജ്യങ്ങളിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകളെല്ലാം അവർക്ക് തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഗസ ഇസ്രായേൽ ആ സംഘർഷം എസ്കലേറ്റ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അത് അമേരിക്കയ്ക്ക് തന്നെയാണ് വിനയായി മാറുന്നത്. മറ്റിടങ്ങളിലേക്ക് അത് വ്യാപിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി അത് ലെബനാൻ അതിർത്തിയിൽ ആ പ്രശ്നങ്ങളുണ്ട്. ലെബനാൻ അതിർത്തിയിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത് നമുക്കറിയാം. ലെബനാൻ ഇസ്രായേൽ സംഘർഷത്തിൽ തന്നെ ഇസ്രായേലിന് പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത് എസ്കലേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും അമേരിക്കൻ താല്പര്യങ്ങളെ തന്നെയാണ് അത് ഹനിക്കുക എന്നറിയാം. മറ്റൊന്ന്,
ICJയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ വാദപ്രതിവാദം ഇന്നലെ അത് വളരെ നന്നായിട്ട് സൗത്ത് ആഫ്രിക്കയുടെ ലോയേഴ്സ് അത് നന്നായിട്ട് അവതരിപ്പിച്ചു. എന്തുകൊണ്ട്, ഏതൊക്കെ കാരണങ്ങൾ കൊണ്ട് ഗസയിൽ നടക്കുന്ന ജനസൈഡാണ് എന്ന് അവർ അന്താരാഷ്ട്ര നിയമങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. ഒന്ന്, അവിടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കൊല നടന്നുകൊണ്ടിരിക്കുന്നു, വംശഹത്യ നടന്നുകൊണ്ടിരിക്കുന്നു. സിസ്റ്റമാറ്റിക്കാണ്, അത് ഒരേ പാറ്റേണിലാണ് കൊല നടക്കുന്നത്. അപ്പോൾ ആ പാറ്റേൺ അവർ വിശദീകരിക്കുന്നു. മറ്റൊന്ന്, ഈ ജനസൈഡ് നടത്താനുള്ള പ്രേരണ നൽകും വിധമുള്ള ഹേറ്റ് സ്പീച്ച് നമ്മൾ മുമ്പൂടെ ചർച്ച ചെയ്തതാണ്. നെതന്യാഹു ആദ്യം തന്നെ പഴയ നിയമം ഉദ്ധരിച്ചുകൊണ്ട് എങ്ങനെയാണ് വംശഹത്യ നടത്തേണ്ടതെന്ന് പഴയ നിയമം ഉദ്ധരിച്ച് പട്ടാളക്കാർ ഉത്ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് വളരെ കൃത്യമായ തെളിവാണ്, അത് റെക്കോർഡാണ്, അത് കോടതിക്ക് മുമ്പിലുണ്ട്. മറ്റൊന്ന്, പട്ടിണി കൊണ്ടും അതുപോലെ വൈദ്യുതി, വെള്ളം ഇവ നിഷേധിച്ചുകൊണ്ടും അവരെ സ്റ്റാർവേഷന് വിധേയമാക്കുന്നു. അതും ജനസൈഡിൻ്റെ പട്ടികയിൽ വരുന്നതാണ്. അപ്പോൾ ഇന്ന് ഇസ്രായേലിൻ്റെ മറുവാദമുണ്ട്, ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല, അതായത് സിവിലിയൻ കേന്ദ്രങ്ങളിൽ നിന്നാണ് ഹമാസ് ഞങ്ങളെ ആക്രമിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്കത് അതെല്ലാം ഞങ്ങളത് കുറയ്ക്കാൻ, സിവിലിയൻ ഡെത്ത് കുറയ്ക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്, അതാരും കാണുന്നില്ല. ഞങ്ങൾ ലീഫ്ലെറ്റ് വിതരണം ചെയ്യുന്നുണ്ട്, അതുപോലെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട് ആളോട് ഒഴിഞ്ഞു പോകാൻ. പക്ഷേ ഈ ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടുന്നത് തന്നെ ജനസൈഡിൽപ്പെട്ടതാണ്. അപ്പോൾ 10 ലക്ഷം മനുഷ്യരോട് വടക്കൻ ഗസയിൽ നിന്ന് തെക്കൻ ഗസയിലേക്ക് മാറാൻ ആവശ്യപ്പെടാൻ അന്താരാഷ്ട്ര നിയമങ്ങൾ അനുവദിക്കുന്നില്ല. അപ്പോൾ ഈ നിയമപരമായി നോക്കുകയാണെങ്കിൽ ഇസ്രായേലിനെതിരാണ് ആ കേസ്. അത് ഇസ്രായേലിന് നന്നായിട്ട് അറിയാം. ഇത്രയും, അതായത് അന്താരാഷ്ട്ര വേദിയിൽ ഇസ്രായേൽ ഒറ്റപ്പെടാൻ പോകുന്ന ഒരു നിയമപ്രക്രിയ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ്, ആ സന്ദർഭത്തിലാണ് അമേരിക്ക ആക്രമണം നടത്തുന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ പ്രശ്നം. അമേരിക്കയ്ക്ക് അത് അടങ്ങിയിരിക്കാമായിരുന്നു. അമേരിക്ക അത് തുടർന്ന് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതൊരു ടോക്കണായിട്ട് അത് ചെയ്തതാണ്, പക്ഷെ അത് അബദ്ധമായി എന്ന് അമേരിക്ക തിരിച്ചറിയുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഹൂത്തി കേന്ദ്രങ്ങൾക്ക് നേരെ വലിയൊരു ആക്രമണം അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് നടത്തിയിരിക്കുന്നു. ഇനി അതിൻ്റെ മറുപടി, അതിൻ്റെ പ്രതികരണം ഹൂത്തികൾ എവിടെ വെച്ച് എങ്ങനെ നടത്തും എന്നുള്ളത് പശ്ചിമേഷ്യയെ ആകെ ആശങ്കയോടെ ഉറ്റുനോക്കുന്ന ഒരു സംഗതിയാണ്.